അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, നമ്മൾ ഷഹവത്തു ത്വാമ്, ഷഹവത്തുൽ ഫർജ്, കസ്റു ഷഹവത്തേനെയാണ് നമ്മുടെ വിഷയം. രണ്ട് ഷഹവത്തുകളെ ഒഴിവാക്കുക. അതിൽ ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട വയറിൻ്റെ ഷഹവത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഇനി രണ്ടാം ഖിസ്മ് 152 പേജിൻ്റെ അവസാനത്തിൽ അൽ ഖിസ്മു സാനി മിൻ ഹാദൽ ബാബി ഫീ കസ്രി ഷഹവത്തുൽ ഫർജ്, ഈ ബാബിലെ രണ്ടാമത്തെ പാർട്ട് ഷഹവത്തുൽ ഫർജിനെ കസ്റ് ചെയ്യുക, അതിനെ പൊട്ടിക്കുക, ലഘൂകരിക്കുക, ഇതിനെക്കുറിച്ചാണ്. ലൈംഗികമായിട്ടുള്ള മനുഷ്യൻ്റെ വികാരങ്ങൾ അതൊരു മനുഷ്യനക്കുള്ളതാണ്. അത് പൂർണ്ണമായിട്ടും ഇല്ലാതെയാക്കാനൊന്നും പറ്റില്ല. അത് ശറഅ് വിരോധിച്ചതുമാണ്. എന്നാൽ അതിനെ നിയന്ത്രിക്കണം. നമ്മൾ മുഅ്മിനീങ്ങളെക്കുറിച്ച് അള്ളാഹു പറഞ്ഞിടത്തൊക്കെ വല്ലദീന ഹും ലി ഫുറൂജിഹിം ഹാഫിളൂൻ, ഖുർആനിൽ വിവിധ ശൈലിയിൽ ഈ പ്രയോഗങ്ങൾ കാണാൻ പറ്റും. ഗുഹ്യഭാഗങ്ങളെ, ലൈംഗികാവയവങ്ങളെ, ജനനേന്ദ്രിയങ്ങളെ സൂക്ഷിക്കുന്നവരാണവർ. ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലക്കത്ത് അയ്മാനുഹും, സ്വന്തം ഭാര്യമാരിലും സ്വന്തം ഇണകളിലും അടിമകളിലും ഒഴികെ. അടിമ വ്യവസ്ഥ ഇന്ന് ലോകത്തില്ല. അപ്പോൾ സ്വന്തം ഇണകളിലല്ലാതെ എവിടെയും ജനനേന്ദ്രിയങ്ങളെ ഉപയോഗിക്കാത്തവർ. ഫമൻ ഇബ്തഗാ വറാഅ ദാലിക ഫഉലൈക ഹുമുൽ ആദൂൻ എന്ന് കാണാം. അതിനപ്പുറത്തേക്കാരെങ്കിലും ഈ വിഷയത്തിൽ തേടിപ്പോയാൽ അവൻ അതിക്രമകാരികളിൽപ്പെട്ടവനാണ്. അപ്പം ലൈംഗികമായിട്ടുള്ള വികാരങ്ങൾ മനുഷ്യനിക്കുണ്ട്, അള്ളാഹു മനുഷ്യന് കൊടുത്തിട്ടുണ്ട്. അത് അനിവാര്യവുമാണ്. അത് പൂർണ്ണമായി ഇല്ലാതെയാക്കാൻ പറ്റില്ല. പക്ഷേ അത് ഉപയോഗിക്കേണ്ടത് ഈ ഒരു ജീവിത പങ്കാളിയുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമായിരിക്കണം. അതിനപ്പുറത്തേക്കൊരു നിരക്കും അത് പോകാൻ പാടില്ല. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് ഇനി പറയാനുള്ളത്. ഇഅ്ലം അന്ന ലദത്തൽ വിഖാഇ, പരസ്പരം ബന്ധപ്പെടുന്നതിൻ്റെ സംയോഗത്തിൻ്റെ രസം, സുഖം, അത് സുല്ലിത്തത്ത് അലൽ ഇൻസാനി ലിഫായിദത്തൈനി, രണ്ട് ഉപകാരങ്ങൾക്ക് വേണ്ടിയാണ് മനുഷ്യൻ്റെ മേൽ അത് നിയമിക്കപ്പെട്ടിരിക്കുന്നത്. എന്തിനാണ് അല്ലാഹു തആല ഇങ്ങനെ ഒരു സംഗതി മനുഷ്യന് നൽകിയത്? നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണത്. കാരണം അങ്ങനെ ഒരു സുഖം മനുഷ്യന് നൽകിയത് കൊണ്ടാണല്ലോ വഴിവിട്ട വഴികളിലൂടെയൊക്കെ നമ്മൾ സഞ്ചരിക്കാനും അതിനു വേണ്ടി പലതും ചെയ്യാനും ഒക്കെ കാരണം. ആദ്യം തന്നെ അങ്ങനെയൊന്നും നൽകാതെ എന്നാൽ പോരായിരുന്നു. എന്നാൽ പിന്നെ ഈ ഇടങ്ങേറൊന്നും ഉണ്ടാവില്ല. എന്തിനാണ് മനുഷ്യനത് നൽകിയത്? രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു. ഈ രണ്ട് കാര്യങ്ങൾ: ഒന്ന്, യഹ്ദഹുമ അൻ യുദ്രിക ലദ്ദതഹു, ഇതിൻ്റെ രസം അനുഭവിക്കുക എന്നുള്ളത് തന്നെ. അവൻ ലൈംഗിക ബന്ധത്തിൻ്റെ സുഖം അനുഭവിക്കുക, എന്നിട്ട് ഫയഖീസു അലൈഹ ലദ്ദത്തൽ ആഖിറ, ആഖിറത്തിലെ രസത്തിനെ അവൻ ഇതുമായി തുലനം ചെയ്യുക. അഥവാ സ്വർഗത്തിൽ വലിയ സുഖമാണെന്നല്ലേ നമ്മൾ പറയുന്നത്. എന്താണ് ഈ സ്വർഗത്തിലെ സുഖം? സ്വർഗത്തിലെ സുഖം എന്ന് പറഞ്ഞാൽ ലൈംഗിക ബന്ധം നടത്തുമ്പോഴുള്ള സുഖമാണ്. എന്നാൽ സംയോഗ സുഖമാണ്. നമ്മൾ സംയോഗ സമയത്ത് അല്പസമയം മാത്രം നമുക്കുണ്ടാകുന്നൊരു സുഖം, അത് സ്വർഗത്തിലെ നിരന്തര സുഖമാണ്. മനസ്സിലാക്കണം. അപ്പോൾ സ്വർഗത്തിലെ സുഖം എന്ത് എന്ന് ദുന്യാവിൽ അല്ലാഹു തആല നമുക്ക് കേവലം പറഞ്ഞു തരൽ മാത്രമല്ലാതെ അനുഭവിപ്പിച്ച് തരികയാണ്. കാരണം ഇത് ഹിയ അഖ്വാ ലദ്ദാത്തിൽ അജ്സാദി, ഇതാണ് ശരീരങ്ങളുടെ സുഖങ്ങളിൽ ഏറ്റവും ഖുവ്വത്തുള്ള സുഖം. അതാണല്ലോ ഇന്താമത്ത് ദായിമായി നിൽക്കുകയാണെങ്കിൽ. പക്ഷെ അങ്ങനെ നിൽക്കൂല. ഏതുപോലെ കമാ അന്ന നാറവൽ വ അലമഹ അഅലമു ആലാമിൽ ജസദ്, തീയിൻ്റെ വേദനയും ഏറ്റവും പ്രയാസപ്പെട്ട വേദനയുമാണ്. നരകം തീയാണ്. ഒരു മനുഷ്യന് ഏറ്റവും പ്രയാസമുണ്ടാക്കുന്ന വേദനയാണ് തീ എന്ന് പറയുന്നത്. നമ്മൾ ചൂട് എന്ന് പറയുന്നതൊക്കെ തീയിൻ്റെ ചൂടിനെ കുറിച്ചാണല്ലോ. നമ്മൾ സൂര്യൻ്റെ ചൂട് പറഞ്ഞാൽ തീയിൻ്റെ ചൂടാണ്. നോക്കൂ, അപ്പോൾ പ്രയാസങ്ങൾ, മനുഷ്യന് വലിയ പ്രയാസം തീയാണ്. അതാണ് നരകം. മനുഷ്യൻ്റെ ഏറ്റവും വലിയ സുഖമെന്ന് പറയുന്നത് സംയോഗ സുഖമാണ്. ആ സുഖം കുറഞ്ഞ സമയം ഉണ്ടാവുള്ളൂ. പക്ഷേ സ്വർഗത്തിൽ അതാണ് സ്ഥിരമായിട്ടുള്ള സുഖം. അപ്പം മനുഷ്യൻ അല്ലാഹു തആല ഇതാണടാ സ്വർഗത്തിൽ എനിക്ക് കിട്ടാൻ പോണ സുഖം, അത് കുറച്ചേരം അനുഭവിപ്പിച്ച് തരികയാണ്. അത് കിട്ടാൻ വേണ്ടിയുള്ള പണിയെടുത്തോ. മനസ്സിലാവുണ്ടോ? അല്ലാതെ ഇപ്പോൾ നമ്മളോടിപ്പോൾ സ്വർഗ്ഗമുണ്ട്, അവിടെ അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട് പലതും ഇങ്ങനെ പറഞ്ഞാൽ കേവലം സംസാരം മാത്രമായാൽ നമുക്ക് അത്ര പിന്നെ അതിപ്പോൾ എന്ത് അങ്ങനെ ഇപ്പം എന്തൊക്കെ പറയണമെന്നുള്ള ആ ഒരു ലെവലിൽ നിൽക്കും നമ്മൾ. നേരെ മറിച്ച് നമ്മളതിൻ്റെ ഒരു ഭാഗം ചെറുങ്ങനെ അനുഭവിച്ച് ഇനി തരൂല കേട്ടോ, ഇനി എനിക്ക് കിട്ടണമെങ്കിൽ ജിന്ന പണിയെടുക്കുക, അപ്പോൾ എനിക്ക് ഞാൻ തരും എന്ന് പറയുമ്പോൾ അത് കിട്ടാൻ വേണ്ടി അധ്വാനിക്കും. ഇതാണ് ഈ കാര്യത്തിലുമുള്ളത്. അപ്പോൾ അല്ലാഹു തആല മനുഷ്യനിൽ ഇങ്ങനെ ഒരു സുഖം വെച്ചിട്ടുള്ളത്
ഉഖ്റവിയായ സുഖത്തിൻ്റെ, സ്വർഗീയ സുഖത്തിൻ്റെ ഒരു ഭാഗം ദുന്യാവിൽ വെച്ച് അനുഭവിപ്പിക്കുകയാണ്. ഇത് നിനക്ക് സ്ഥിരമായി നിനക്ക് ആവശ്യമുണ്ടോ എങ്കിൽ ഞാൻ പറഞ്ഞത് കേട്ട് നടന്നോ എന്നർത്ഥം. ഇതാണ് ഒരു കാര്യം. രണ്ടാമത്തെ ഫായിദ ബഖാഉൻ നസ്ലി, സന്താന പരമ്പര അവശേഷിക്കുക. വദവാമുൽ വുജൂദ് മനുഷ്യൻ്റെ ഉണ്മ, മനുഷ്യൻ്റെ ഇവിടുത്തെ സാന്നിധ്യം അത് നിലനിൽക്കുക. അതാണ് ഒരു ഉദ്ദേശം. ലോകാവസാനം വരെ ഇവിടെ മനുഷ്യന്മാർ വേണ്ടേ? ഈ മനുഷ്യന്മാരുണ്ടാകണമെങ്കിൽ എന്ത് വേണം? ഇങ്ങനെ ഒരു സുഖം ഉണ്ടാക്കി കൊടുക്കണം. അല്ലെങ്കിൽ ആരാണ് സ്വന്തം മക്കളുണ്ടാക്കാൻ നിൽക്കുക? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. കാരണം മക്കളുണ്ടാവൽ, ഇപ്പോൾ ഗർഭം ധരിക്കൽ, പ്രസവിക്കൽ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, എന്തൊക്കെ ചിലവുകൾ, എന്തൊക്കെ പ്രയാസങ്ങളുമാണ്. ഇതൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് നമ്മൾ കുട്ടികളുണ്ടാക്കാൻ വേണ്ടി അധ്വാനിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ സുഖം അനുഭവിക്കാൻ വേണ്ടിയാണ്. അപ്പം അല്ലാഹു തആല എന്ത് ചെയ്തു? അല്ലെങ്കിൽ ഇത് ആരും ചെയ്യൂലല്ലോ. വെറുതെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പം ലോകത്ത് ലോകാവസാനം വരെ മനുഷ്യന്മാർ നിലക്കണം. മനുഷ്യന്മാർ നിലക്കാൻ വേണ്ടിയിട്ട്, മനുഷ്യണ്ടാകാൻ വേണ്ടി അല്ലാഹു തആല സംവിധാനിച്ച രീതി ഇങ്ങനെയാണ്. അതിനുവേണ്ടി ഇങ്ങനെ ഒരു സുഖം അനുഭവിപ്പിച്ചു കൊടുത്തു. ഈ രണ്ട് കാര്യമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ഒന്ന്, സ്വർഗീയ സുഖത്തിൻ്റെ സാമ്പിൾ അനുഭവിപ്പിക്കുക, എന്നിട്ട് സ്വർഗത്തിലേക്ക് താല്പര്യമുണ്ടാക്കുക. മറ്റൊന്ന്, ലോകത്ത് മനുഷ്യകുലം അറ്റുപോകാതെ നിലനിൽക്കുക. ഈ രണ്ട് കാര്യത്തിനാണ് ഈ സുഖം മനുഷ്യന് അല്ലാഹു തആല നൽകിയിട്ടുള്ളത്. വലാക്കിൻ ഫിഹ ബഅദ ഹാതൈനിൽ ഫൈദത്തൈൻ, പക്ഷേ ഈ ലബ്ധത്തിലൊക്കെ, അപ്പോൾ ഇതാണ് മനുഷ്യൻ്റെ ഷഹവത്തുൽ ഫർജിൻ്റെ താല്പര്യം ഇതാണ്. പക്ഷേ ഈ ഷഹവത്തുൽ ഫർജിൽ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾക്കപ്പുറമുണ്ട്. മിനൽ ആഫാത്തി, ആഫത്തുകളിൽ നിന്ന്, മാ യഹ്ലിക്കുദ്ദീന വദ്ദുന്യ, മനുഷ്യൻ്റെ ദീനും ദുന്യാവും നശിപ്പിക്കണ സകല ആഫത്തും അതിലുണ്ട്. ഇത് രണ്ടുമാണ് ഇതിൻ്റെ ഗുണങ്ങൾ. നമുക്ക് മനസ്സിലാകുന്നുണ്ടാവുമല്ലോ. ഷഹവത്തുൽ ഫർജിൻ്റെ ഗുണങ്ങൾ ഒന്ന് സ്വർഗീയ സുഖത്തിൻ്റെ സാമ്പിൾ അനുഭവിക്കലും ലോകത്ത് മനുഷ്യകുലം നിലനിൽക്കലുമാണ്. പക്ഷേ ഇത് രണ്ടാണ് ഇതിൻ്റെ ഗുണം. പക്ഷേ അതിൻ്റെ അപ്പുറത്ത് എന്തുണ്ട്? മനുഷ്യൻ്റെ ദീനും ദുന്യാവും മുഴുവൻ നശിപ്പിക്കണ എല്ലാ ആഫത്തും ഒരു കിടക്കുന്നുണ്ട്. ആ ആഫത്തിനെ തടയുക എന്നതാണ് നമ്മൾ ഈ കസ്റു ഷഹവത്തൈനിൻ്റെ ബാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാ ഇല്ലം തുൽബത്ത് വലം തുഖ്ഹർ വലം തുരിദ് തറുദ്ദ ഇലാ ഹദ്ദിൽ ഇഅ്തിദാൽ. ഇല്ലം തളുബിത്ത്, അവൻ അതിനെ നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ, വലം തഖ്ഹുർ, അവൻ ആ ശക്തിയെ, ആ താല്പര്യത്തെ അവൻ ഒതുക്കിയിട്ടില്ലെങ്കിൽ, വലം തറുദ്ദ ഇലാ ഹദ്ദിൽ ഇഅ്തിദാൽ, സമനിലയുടെ അവസ്ഥയിലേക്ക് അവൻ അതിനെ കൊണ്ടുപോകുന്നില്ലെങ്കിൽ, ഇല്ലെങ്കിൽ ഭ്രാന്തമായ അവസ്ഥയായിട്ട് മാറും. മനുഷ്യൻ്റെ വികാരങ്ങൾ മനുഷ്യനെ ഭ്രാന്തനാക്കിയിട്ട് മാറ്റും. അപ്പോൾ തൻ്റെ ഈ ഉത്കടമായ ഷഹവത്തിനെ അവൻ നിയന്ത്രിക്കണം, അവൻ ഒതുക്കണം, സമനിലയുടെ അവസ്ഥയിലേക്ക് അവൻ കൊണ്ടുവരണം. അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ അതുകൊണ്ടെല്ലാം നശിക്കും. ഉദാഹരണങ്ങളൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യം ഉണ്ടാവില്ലല്ലോ. വഖദ് ഖീല ഫീ മാനാ ഖൗലിഹി തആല, അള്ളാഹുവിൻ്റെ വാക്കിനെക്കുറിച്ച് ഇങ്ങനെ പറയപ്പെടുന്നുണ്ട്. റബ്ബനാ വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബിഹി എന്ന ആയത്തിൻ്റെ തഫ്സീറിൽ മാനാഹു അൽ ഗിൽമ, ഗിൽമത്താണ് ഇതിൻ്റെ അർത്ഥമെന്ന് പറയുന്നുണ്ട്. എന്ത്? റബ്ബനാ ലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബിഹി, ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയാത്തത് ഞങ്ങളെ മേൽ നീ കെട്ടിവെക്കല്ലേ എന്ന് അള്ളാഹുവിനെ നമ്മൾ ദ്വാരക്കുകയാണ്. ആമന റസൂലുണ്ടാവും ഈ ദുആ. പടച്ചോനെ, ഞങ്ങൾക്ക് സാധ്യമല്ലാത്തത്, ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയാത്തത് ഞങ്ങളെ മേൽ നീ കെട്ടിവെക്കല്ലേ പടച്ചോനെ. ഇതിനെക്കുറിച്ച് തഫ്സീർ പറയുന്നത് ഇത് വികാരത്തെക്കുറിച്ചാണ്, ഗിൽമത്തിനെക്കുറിച്ചാണ്, അഥവാ മനുഷ്യൻ്റെ അമിതമായ വികാരം. അപ്പോൾ അമിതമായ വികാരം പടച്ചോനെ നീ ഒരിക്കലും എനിക്ക് തരല്ലേ, അതാണ് ഈ ആയത്തിൻ്റെ അർത്ഥമെന്ന് ചില മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്. ഇതിൻ്റെ ഗൗരവം സൂചിപ്പിക്കാൻ വേണ്ടി പറയണം. അതേപോലെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു വന്നിട്ടുണ്ട് ഫീ ഖൗലിഹി തആല വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ എന്നതിൻ്റെ തഫ്സീറിൽ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ, ഗാസിഖിൻ്റെ ശർറിനെ തൊട്ട് ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു. ഇദാ വഖബ, അതിനർത്ഥം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു ഇങ്ങനെ പറയുന്നുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റഈസുൽ മുഫസ്സിരീനാണ്. അദ്ദേഹം ഹുവ ഖിയാമുദ് ദക്കർ എന്ന് പറയുന്നുണ്ട്, ലിംഗോദ്ധാരണം എന്ന്. ലിംഗം ഉദ്ധരിച്ച്, അപ്പം വമിൻ ശർരി ഗാസിഖിൻ, ലിംഗത്തിൻ്റെ ഷർറിനെ തൊട്ട്, ഇദാ വഖബ, അത് ഉദ്ധരിച്ച് നിൽക്കുമ്പോൾ, ലിംഗം ഉദ്ധരിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഷർറ്, എന്തൊക്കെ ഷർറുകളുണ്ടാവാം, അതിനെ തൊട്ട് ഞാൻ കാവലിനെ തേടുന്നു എന്ന് ഈ ആയത്തിനാ തഫ്സീർ മാത്രമാണെന്നല്ല പറയുന്നത് കേട്ടോ. അതിൻ്റെ വിവിധ തഫ്സീറുകളുടെ കൂട്ടത്തിൽ ഇങ്ങനെയും ഒരു തഫ്സീറുണ്ട്. വഖദ് അസ്നദഹു ബഅദു റുവാത്തി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ചില ഹദീസിൻ്റെ റാവികളൊക്കെ ആ തഫ്സീറിനെ നബിതങ്ങളിലേക്കും ചേർത്തി പറയുന്നുണ്ട്. നബിതങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. മാത്രമല്ല വക്കാന അലൈഹിസ്സലാത്തു വസ്സലാം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാറുണ്ട്, അഊദു ബിക മിൻ ശർരി സമഈ വ ബസരി വ ഖൽബി വ മനിയ്യി എന്ന് പറയാറുണ്ട്.
അള്ളാഹുവെ നിന്നോട് ഞാൻ കാവലിനെ തേടുന്നു മിൻ ശർരി സമഈ, എൻ്റെ കേൾവിയുടെ ശരണത്തൊട്ട്, എൻ്റെ കാഴ്ചയുടെ ശരണത്തൊട്ട്, എൻ്റെ ഖൽബിൻ്റെ ശരണത്തൊട്ട്, എൻ്റെ മനീയിൻ്റെ എൻ്റെ ശുക്ലത്തിൻ്റെ ശരണത്തൊട്ട്. അപ്പം മനീയിൻ്റെ ഷെറ്, അവിഹിതമായ സ്ഥലങ്ങളിൽ ആ മനീയിൻ്റെ പുറപ്പെടുവിക്കലുണ്ടാവുക എന്ന് തന്നെയാണ് പറഞ്ഞത്. അതുപോലെ നബി തങ്ങൾ പറഞ്ഞു അന്നിസാഉ ഹബായിലി ഷൈത്താൻ വലൗലാ ഹാദിഹി ശഹവത്തു ലമാ കാനത് കദാലിക്. അന്നിസാഉ ഹബായിലി ഷൈത്താൻ, പെണ്ണുങ്ങൾ പിശാചുക്കളുടെ വലകളാണ്. പിശാച് ഒരു മനുഷ്യനെ കൊടുക്കാൻ ഉപയോഗിക്കുന്ന വലയാണ് സ്ത്രീകളെ ഉപയോഗിച്ചുകൊണ്ട് പിശാച് പലതും ചെയ്യും. വലൗലാ ഹാദിഹി ശഹവത്തു, ഈ ശഹവത്തില്ലായിരുന്നുവെങ്കിൽ ലമാ കാനത് കദാലിക്, അങ്ങനെ ഉണ്ടാകുമായിരുന്നില്ല. മനുഷ്യന് വികാരം ഉണ്ടായത് കൊണ്ടാണ് പെണ്ണിനെ ഉപയോഗപ്പെടുത്തിയിട്ട് പല മനുഷ്യന്മാരും പലതും ചെയ്യാൻ പിശാചിന് സാധിക്കുന്നത്. അപ്പോൾ സ്ത്രീകളെ പലപ്പോഴും പിശാച് എന്ത് ചെയ്യും, ഒരു വലയായിട്ട് ഉപയോഗിക്കും. ആളെ പിടിക്കാനുള്ള വലയായിട്ട്, ചൂണ്ടലായിട്ട് പെണ്ണിനെ ഉപയോഗിക്കുമെന്നർത്ഥം. അതിൻ്റെ ആശയങ്ങൾ മനസ്സിലാകുന്നുണ്ടാവുമല്ലോ. വഖദ് റുവിയ, റിവായത്ത് ചെയ്യപ്പെടുന്നു, അന്ന മൂസ, ഒരു സംഭവം പറയുന്നത് പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോകാം. അന്ന മൂസ അലൈഹി സ്വലാം ഖാന ജാലിസൻ ഫി ബഅദി മജാലിസി, മൂസാ നബി ഒരു സ്ഥലത്ത് ഒരു സദസ്സിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇത് അഖ്ബല ഇബ്ലീസ്, അപ്പോൾ ഇബ്ലീസ് അങ്ങോട്ട് വന്നു. വഅലൈഹി ബുർനുസുൻ, ഒരു തൊപ്പിയുണ്ട് ഇബ്ലീസിൻ്റെ തലയിൽ. യത്ലബനു ഫിഹി അൽബാനൻ, അതിൽ വിവിധ വർണ്ണങ്ങൾ ഇങ്ങനെ പ്രകാശിക്കുകയാണ്. വിവിധ വർണ്ണങ്ങൾ പ്രകാശിക്കുന്ന ഒരു തൊപ്പിട്ടിട്ടുണ്ട് പിശാച് ഇങ്ങനെ വരുന്നു. ഫലമ്മാ ദനാമിന്നു, മൂസാ നബിൻ്റെ അടുത്തെത്തിയപ്പം ഖലാൽ ബുർനുസ, ആ തൊപ്പി അവിടെ കഴിച്ചു വെച്ചു. ഫവദാഹു, അതവിടെ നിലത്ത് വെച്ചു. സുമ്മ അത്താഹു, എന്നിട്ട് ആ തൊപ്പി അയച്ചു വെച്ചിട്ട് മൂസാ നബിൻ്റെ അടുത്തേക്ക് വന്നു. ഫഖാല അസ്സലാമു അലൈക എന്ന് പറഞ്ഞ്. ഫഖാല മൂസ അലൈഹി സ്വലാം, മൂസാ നബി ചോദിച്ചു മൻ അന്ത, ജാരാന്ന് ചോദിച്ചു. മൻ അന്ത, അപ്പം പറഞ്ഞേ അന ഇബ്ലീസ്, ഞാൻ ഇബ്ലീസാണ്. മൂസാ നബി ചോദിച്ചു ഫലാ ഹയ്യാക്കല്ലാഹു, നിനക്കല്ലാഹു തഹയ്യത്ത് നൽകാതിരിക്കട്ടെ. അതാണ് സലാം മടക്കുകയാണ്. ഞാൻ സലാം മടക്കണില്ല എന്നർത്ഥം. ലാ ഹയ്യാക്കല്ലാഹു, അള്ളാഹു നിനക്ക് ആശംസ നൽകാതിരിക്കട്ടെ. മാ ജാ ബിക, എന്തിനാ വന്നതെന്ന് വെച്ചു. എന്തിനാ പോകുന്നത്? ഖാല, ഇബ്ലീസ് പറഞ്ഞു ജിഅ്തു ഉസല്ലിമ അലൈക, ഞങ്ങളോടൊന്ന് സലാം പറയാൻ വേണ്ടി വന്നാണ്. എന്താ മുതൽ അറിയോ? ജിഅ്തു ഉസല്ലിമ അലൈക, ഞങ്ങളോട് സലാം പറയാൻ വേണ്ടി വന്ന. ലിമൻസിലത്തിക മിൻ അല്ലാഹി തആല വ മകാനതിക മിന്നു, നിങ്ങൾ അള്ളാഹുവിനോട് നിങ്ങൾക്കുള്ള സ്ഥാനം പരിഗണിച്ചുകൊണ്ട്, നിങ്ങൾ അള്ളാഹിൻ്റെ അടുത്ത് വലിയ സ്ഥാനമുള്ള ആളാണ്, നിങ്ങൾ റസൂലൊക്കെ ആണല്ലോ, അപ്പോൾ ഒരു സലാം പറയാം, അതിനു വേണ്ടി വന്നാണ് ഞാൻ. ഖാല, അപ്പം മൂസാ നബി ചോദിച്ചു ഫമല്ലദീ റഅയ്തു അലൈക, എൻ്റെ മുഖത്ത് ഞാൻ കണ്ട സാധനം എന്താ? എന്തോ ഒരു സാധനം എൻ്റെ തലയുണ്ടായുള്ള ഈ അറ വെച്ചിട്ട് പോകുന്നുണ്ടല്ലോ, എന്താണ് സാധനം ചോദിച്ചു. നമ്മുടെ വിഷയം അവിടെ കിടക്കണം. അപ്പോൾ ഇബ്ലീസ് പറഞ്ഞു ഖാല ബിഹി അഖ്തതിഫു ഖുലൂബ ബനി ആദം, മനുഷ്യ മക്കളുടെ ഹൃദയങ്ങളെ ഞാൻ അതുകൊണ്ടാണ് സ്വാധീനിക്കുന്നത്. ആ സാധനം ഉപയോഗിച്ചിട്ടാണ് ഞാൻ എല്ലാവരെയും മനസ്സിനെ സ്വാധീനിക്കുന്നത് എന്ന് പറഞ്ഞ്. അപ്പം മൂസാ നബി ചോദിച്ചു ഖാല ഫമല്ലദീ ഇദാ സനഅഹുൽ ഇൻസാൻ ഇസ്തഹവദത അലൈഹി, മനുഷ്യൻ എന്ത് കാര്യം ചെയ്യുമ്പോഴാണ് നീ മനുഷ്യൻ്റെ മേൽ അധികാരം ചെലുത്തുക? മനുഷ്യൻ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴാണ് നിനക്ക് മനുഷ്യൻ്റെ മേൽ ആധിപത്യം ചെലുത്താൻ സാധിക്കുക? ഫമല്ലദീ, ഏതൊരു കാര്യമാണ് ഇദാ സനഅഹുൽ ഇൻസാൻ, മനുഷ്യൻ ആ കാര്യം പ്രവർത്തിക്കുമ്പോൾ ഇസ്തഹവദത അലൈഹി, നിനക്ക് ആ മനുഷ്യൻ്റെ മേൽ ആധിപത്യം ചെലുത്താൻ സാധിക്കും. അപ്പം മനുഷ്യൻ എന്ത് കർമ്മം ചെയ്യുമ്പോഴാണ് നിനക്ക് ആധിപത്യം ചെലുത്താൻ ഭയങ്കര സൗകര്യമെന്ന് ചോദിച്ചു. അപ്പോൾ ഖാല, പിശാച് പറഞ്ഞു ഇദാ അഅജബതുഹു നഫ്സുഹു, അവൻ്റെ സ്വന്തം ശരീരം, സ്വന്തം നഫ്സ് അവന് അഹംഭാവമുള്ളവനാകുമ്പോൾ, ഞാനെന്ന ഭാവം ഒരാൾക്ക് വരുമ്പോൾ, വസ്തക്സറ അമലഹു, അവൻ്റെ അമലിനെ അവൻ വലുതായി കാണുമ്പോൾ, വനസിയ ദുനൂബഹു, അവൻ്റെ ദോഷങ്ങളെ മറക്കുകയും ചെയ്യുമ്പോൾ, ആ സമയത്ത് എനിക്ക് നല്ല സുഖമാണ് അവൻ്റെ തലേ കയറാൻ. വിശാലമായ വിഷയമാണ് കേട്ടോ. സ്വന്തം കാര്യത്തിൽ രുചിമുണ്ടാവുക, ഞാൻ അത്യാവശ്യം തരക്കടില്ലാത്തവനാണ് ആ ബോധം ഉണ്ടാവുക. പിശാചിന് നല്ല സുഖാവിൻ്റെ മേത്ത് കയറാനും. ഞാൻ അത്യാവശ്യം തരക്കടില്ലാത്തവനാണ്. നമ്മൾ ചിന്തിച്ച് നോക്കുക, എല്ലാവരുടെ മനസ്സിലും ഉണ്ടാവും ഇങ്ങനെ ചിന്ത ഉണ്ടാവും. എനിക്കിപ്പോൾ എന്താ കുഴപ്പം, ഞാനേതായാലും ഓക്കെയാണ്, മറ്റോ കേടാണ്. എന്നിട്ടോ നമ്മളെ അമലിനെ വലുതായിക്കാണ്. വസ്തക്സറ അമലഹു, ഞാൻ ഭയങ്കരമല്ല, ഞാൻ തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ട്, രാവിലെ നേരത്തെ എണീക്കുന്നുണ്ട്, ഞാൻ വിത്ർ നിസ്കരിക്കുന്നുണ്ട്, ഞാൻ സുന്നത്ത് നിസ്കരിക്കുന്നുണ്ട്, ഞാൻ അങ്ങനെ സ്വതക്ക ചെയ്യുന്നുണ്ട്, ഇങ്ങനെ നല്ല കാര്യത്തിന് ഇങ്ങനെയൊക്കെ പൈസ ചിലവാക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ അമലിൻ്റെ വലിപ്പം നമുക്കിങ്ങനെ തോന്നുക. എന്നിട്ടോ ദുനൂബൊക്കെ മറന്നു എത്ര ദോഷം നമ്മൾ ചെയ്യുന്നുണ്ട്, നമുക്ക് എണ്ണിയാൽ തന്നെ കിട്ടും. ഞങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളിങ്ങനെ ഇരുന്നിട്ട് നമ്മളെ അമലിങ്ങനെ എണ്ണി വെക്കേണ്ടി, ലിസ്റ്റ് ഇങ്ങനെ എഴുതിയാൽ തീരൂല. ഇരുന്നിട്ട് നമ്മളെ തെറ്റിങ്ങനെ എണ്ണി വെക്കും, ഒരു തെറ്റും നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. അതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം.
ഒരു മനുഷ്യന് ഞാൻ ചെയ്ത എൻ്റെ ദുനൂബ് ഇങ്ങനെ എണ്ണി പറയാൻ കഴിയണം, അമലൊന്നും ഓർമ്മ ഉണ്ടായത്. അതാ മനുഷ്യൻ നന്നാവുള്ള വഴി. അപ്പം ഇബ്ലീസ് തന്നെ മൂസാ നബിയോട് പറയാണ്, എന്ത്, ഞാൻ ആളെ എനിക്ക് കൊടുക്കാൻ കഴിയുന്ന എപ്പോഴാണ് കൂടുതൽ എപ്പോഴാണ് കൊടുക്കാൻ കഴിയുന്നത്? അവന് സ്വന്തം അഹംഭാവം വരുമ്പോഴും അവൻ്റെ അമൽ കൂടുതലായി കാണുകയും ദോഷം ചെറുതായി കാണുകയും ചെയ്യുമ്പോഴാണ് എനിക്കതിന് സൗകര്യമുള്ളത് എന്ന് പറഞ്ഞു. സമയം കുറച്ചായതുകൊണ്ട് തൽക്കാലം നമ്മൾ നിർത്താം. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കിയാക്കാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.